പാലക്കാടാ, എവിടെ വാടാ? ഉമ്മ വെച്ചുണർത്താൻ വെറുതെ ജയരാജ് ബ്രോ പറയുന്നത് സൂരജ് പോയി. അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി. അയ്യോ, ലൈക്ക് നോക്കിക്കേ നിങ്ങള്. എല്ലാരും വർത്താനം പറഞ്ഞു. നന്ദകുമാരൻ ചേച്ചി ഞാൻ വന്നു. നീ ഉടനെയൊന്നും ചാവൂലേ? എന്തുവാ ഇത്? ഞാനിപ്പോൾ പറഞ്ഞ് നാക്കെടുത്തോ. ജയൻ ബ്രോ പണ്ടേ കൂട്ടാണ് എൻ്റെ ബിന്ദു ചേച്ചിയെ പറയുന്നു. സൂരജ് മോൻ അവൻ വന്ന് വാഡ് കമൻറ്റ് ഇട്ട് മാറി പോലും വിചാരിച്ചുണ്ട് ഇവിടെ വന്ന് വാഡ് കമൻറ്റ് ഇട്ടിട്ട് തൊട്ടു മോളിൽ വന്നേക്കുന്ന രാവണ. നന്ദകുമാരൻ ചേച്ചി ഞാൻ വന്നു. നന്നായി മോനെ, നിന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. പടയപ്പയ്ക്കൊക്കെ സുഖമാണല്ലോ അല്ലേ? സ്ഥലം മാറിപ്പോയി പറയുന്നുണ്ട്. ദേട കൊച്ചേ, ദേ വന്നേക്കുന്നു. തൊട്ട് മോളിൽ വന്നിട്ടുണ്ട് നന്ദകുമാരൻ. നന്ദകുമാരാ, എന്തൊക്കെയുണ്ട് വിശേഷം? അത്താഴമൊക്കെ കഴിച്ചോ? ബാഡ് കമന്റ് ഇട്ടിട്ട് വന്നിട്ട് പറയാം ഞാൻ എന്തെങ്കിലും കഴിച്ചു വെച്ച് വരാം. സൂരജ് പോയാ? സൂരജെ, നമ്മുടെ നന്ദകുമാരൻ വന്നിട്ടുണ്ട് കേട്ടോ. സ്വപ്നത്തിൽ പോലെ അവൻ നമ്മുടെ ചെകുത്താൻ വന്നിട്ട് ചോര ചോദിച്ചിട്ടിരുന്ന് ഓർക്കുന്നുണ്ടോ? എനിക്ക് ആരെങ്കിലും ചോര തരുമോ, ചോര കുടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്ന ചെകുത്താൻ അവസാനം ആ ചെകുത്താനേടി അവസാനം പുല്ലൊക്കെ തിന്ന് വാട്ടുകപ്പയൊക്കെ തിന്നിട്ട് പോയി. ജയൻ ഗോപി ചിരിക്കുന്നുണ്ട്. നന്ദകുമാരൻ ലൈക്ക് അടിച്ച് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു നന്ദ. പിന്നെ 100 ആയുസ് പറയുന്നുണ്ട്. അത് നന്ദകുമാരന് 100 ആയുസുണ്ട് കേട്ടോ. എൻ്റെ കൃഷ്ണ പയ്യെനിക്ക്. ജയൻ ഗോപി ബ്രോ സബ് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട് സൂരജ്. പിന്നെ സൂരജ് മോൻ ഹായ് പറയുന്നുണ്ട്. ഹായ്. ഇതേ സൂരജ്, നമ്മുടെ നന്ദകുമാരൻ വന്നേക്കുന്നത് കണ്ടോ? നന്ദകുമാരൻ ഞാൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സൂരജിനാണ് നന്ദകുമാരൻ ഏറ്റവും വലിയ ഈ ഓർമ്മ കേട്ടോ. സൂരജെ കണ്ടോ? നന്ദകുമാരനെ കണ്ടോ? സൂരജ് കണ്ടു അമ്മ, കണ്ടു അമ്മയെന്ന് പറയുന്നത്. കണ്ടിട്ട് എന്ത് തോന്നുന്നു? കൊച്ചു നന്നായത് നീ കണ്ടോ? അവിടെയാണ്. പിന്നെ ഇപ്പം വീട്ടിൽ ആരൊക്കെയുണ്ട് നന്ദകുമാരാ? പറഞ്ഞ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. എന്നാണേലും എനിക്കൊരു കൊച്ചിനെ നന്നാക്കി എടുക്കാൻ പറ്റി. പറയൂ, മോൻ്റെ വീട് എവിടെയാ? വീട്ടിലപ്പം ഇപ്പം ആരൊക്കെയുണ്ട്? പിന്നെ എൻ്റെ ബിന്ദു ചേച്ചി പണ്ടൊരാൾ വരുമായിരുന്നു, ക്യാഷ് കടം തരാമോ എന്ന് ചോദിച്ച്. എന്നിട്ടോ? അയ്യോ, അത് ഇപ്പോഴും ഇടയ്ക്ക് വരും. ഈ കഴിഞ്ഞ ദിവസം ആരുടെയോ ലൈവിൽ ഞാൻ കണ്ടല്ലോ. ധനുമോക്കടെ ലൈവിലാന്ന് തോന്നുന്നു. പൈസ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു ആരാണ്ട്. നന്ദകുമാരനാ ടൈപ്പ് ഒന്നും അല്ല കേട്ടോ. നന്ദകുമാരൻ ഒരു തമാശ പറഞ്ഞു പോയി. ചേച്ചി തിരുവനന്തപുരം എന്ന് പറയുന്നു. ആണോ? അയ്യോ, കാലകയം കാണണ്ട. പിന്നെ വീട്ടിൽ അന്നേരം ഇപ്പം അച്ഛനും അമ്മയും ഇല്ലെന്നല്ലേ പറഞ്ഞ? അപ്പം വീട്ടിലാരാ? മോൻ്റെ വീട്ടിലാരാ ഉള്ളേ? എന്താ ജോലി? എന്നിട്ട് പൈസ കൊടുത്തോ? അല്ല, ഒരു പ്രാവശ്യം എല്ലാവരും കൂടി പൈസ എന്നിട്ട് ഞാൻ തരാം പൈസ എന്ന് പറഞ്ഞ് ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ പൈസ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഇത്ര രൂപ കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും എല്ലാവരും കൂടെ അക്കൗണ്ട് നമ്പർ ഇങ്ങോട്ട് താ, ഞാൻ കൊടുക്കാം. അപ്പോഴത്തേക്കും വേറൊരാളെ വേണ്ട, നീ കൊടുക്കണ്ട, ഞാൻ കൊടുക്കാം. അപ്പോഴത്തേക്കും മറ്റേ ആൾ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ അവസാനം ആ കൊച്ചു ഓടി അത് എങ്ങോട്ട് പോയി നിർത്തിട്ട് പിന്നെ വന്നിട്ടില്ല. എൻ്റെ ബിന്ദു ചേച്ചി 1000 മതി, നാളെ രാവിലെ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് കൊടുത്താ? ഈശ്വര, കൊടുത്തോ നീയ്? മിക്കവാറും പണി കിട്ടിയിട്ടുണ്ടായിരിക്കും. അറിയുന്നായിരുന്നോ? കൊടുത്തോ? പൈസ പോയോ? അതോ കൊടുത്തില്ലേ? സസ്പെൻസിൽ നിർത്താതെ പറയോ. എവിടാ പോയി?